കുട്ടിക്കാനം എത്തി. ഇനി അങ്ങോട്ട് കുമളിയിലോട്ടാ. അങ്ങനെ നമ്മൾ കുമളിയിലെത്തിയിരിക്കുകയാണ്. കുമളിയിൽ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ഒന്നല്ല രണ്ട് പറയാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്ത് 50 രൂപ അധികത്തിലാണ് ഹോട്ടലിൽ നിന്ന് കൂട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഓരോന്നിൻ്റെയും വില ചോദിച്ചു വന്നപ്പോൾ 50 രൂപ അധികത്തിൽ വന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അയ്യോ മാറിപ്പോയതാണെന്ന് പറഞ്ഞു, കൂട്ടിയത് തെറ്റിപ്പോയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ തേയിലയൊക്കെ വിൽക്കുന്നത് കാണാം. നമുക്ക് ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. നമുക്കുണ്ടായ രണ്ടാമത്തെ അനുഭവം, കൈതച്ചക്ക മേടിച്ചെടുത്തും 10 രൂപ കൂട്ടിയാൽ പറഞ്ഞ്. നമ്മളെ ഈ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പറ്റാറുമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ എന്ത് വാങ്ങിയാലും അതിൻ്റെ ബില്ല് നമ്മളും കൂടി ഒന്ന് കൂട്ടി നോക്കുക. അങ്ങനെയാണ് അവർക്ക് പറ്റിയ തെറ്റ്. നമുക്ക് തെറ്റാണോ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തതെന്നറിയില്ല. ഞങ്ങൾ ബില്ല് തരുമ്പോഴെല്ലാം നമ്മളും കൂട്ടി നോക്കും. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. അങ്ങനെ രണ്ടിടത്തുനിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമ്മൾ തമിഴ്നാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലോട്ട് കേരളം വിട്ടു. അടുത്തത് ഇനി ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലിൽ കയറി. തമിഴ്നാട്ടിൽ ചെന്നാൽ പിന്നെ തമിഴ് ഫുഡ് തന്നെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഊണ് പറഞ്ഞു. 2 പേരും ഓരോ ഊണ് വെച്ച് കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ദേ ഈ കാഴ്ച കണ്ടോ? ഇത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി ഇങ്ങനെ തന്നെ നോക്കി നിന്നു. എല്ലാം വരി വരിയായിട്ട് ഒരേപോലെ തന്നെ പോകുന്നേ. ആട്ടിൻകൂട്ടങ്ങളെല്ലാം കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും അവിടുന്ന് യാത്രയായി. പിന്നെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. നല്ല ചൂടായിരുന്നു. അതിനിടയിലാണ് ഈ മഴ പെയ്തത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.